നമസ്കാരം. ക്ഷേത്രങ്ങളിൽ പോകുന്നു, നാമങ്ങൾ ജപിക്കുന്നു, ദൈവം അനുഗ്രഹിച്ച് കാണുന്നില്ല. പലരിലുമുള്ള പരാതിയാണ്, ഇല്ലെങ്കിൽ ചിന്തയാണ്, ദൈവം അനുഗ്രഹിക്കുന്നില്ലല്ലോ, ഇങ്ങനെ സമയം വെറുതെ കളയുകയാണ് എന്നുള്ള ഒരു തോന്നൽ. തീർച്ചയായിട്ടും ആ തോന്നൽ തെറ്റാണ്. ഒരു കാര്യം അത് പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നാമമന്ത്രം ജപിക്കുന്ന സമയം നാം ആരും ദുഷ്കർമ്മം ചെയ്യുന്നില്ല. ആ സമയം എന്തു തന്നെയായാലും സത്പ്രവൃത്തി തന്നെയാണ്. ആ പ്രവൃത്തിയുടെ ഫലം ഉണ്ടായേ പറ്റൂ. കാര്യകാരണ ബന്ധമില്ലാതെ ഒന്നും തന്നെ ആകസ്മികമായിട്ട് ലോകത്ത് സംഭവിക്കുന്നില്ല എന്നുള്ള വസ്തുതയാണ്. നമുക്കേവർക്കും അതൊക്കെ ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ കാര്യകാരണ ബന്ധം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ കാരണം ഉണ്ട്, അത് നമുക്കറിയത്തില്ല എന്ന് മാത്രമാണ്. അങ്ങനെ നാമജപത്തിലേക്ക് വരാം. നാമങ്ങൾ ജപിക്കുന്നു, ദൈവങ്ങൾ അനുഗ്രഹിക്കുന്നില്ല, ദേവതകളൊന്നും നോക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത. പ്രധാനമായിട്ടും നാം ചിന്തിക്കേണ്ടത് ഹിന്ദു ധർമ്മം. പേര് തന്നെ നോക്കുക, ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം. ഹിന്ദു മതമല്ല, മതം എന്ന വാക്ക് ഇടയ്ക്ക് ചേർത്തതാണ്. അതങ്ങനെ പാടി പതിഞ്ഞ് നമ്മുടെ ജനറേഷനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. ദയവ് ചെയ്ത് ആ വാക്കൊന്ന് മാറ്റുക. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വായിലും വരും മതമല്ല, ഹിന്ദു ധർമ്മം എന്നുള്ള വാക്ക്. അപ്പോൾ ധർമ്മം എന്ന് ആരെങ്കിലുമൊക്കെ ഗൂഗിൾ ചെയ്യും. അങ്ങനെ പതുക്കെ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാം. അങ്ങനെ സനാതന ധർമ്മം. അപ്പോൾ ധർമ്മമാണ് പ്രധാനം എന്ന് മനസ്സിലായി. ഇവിടെ ദേവതകൾക്കൊന്നും സ്ഥാനമില്ല. അതെല്ലാം തന്നെ ധർമ്മമാണ്. ധർമ്മത്തിലൂടെ തന്നെയാണ് നമ്മുടെ സംസ്കാരം കെട്ടിപ്പടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ധർമ്മം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിൽ ഇന്നത്തെ കാലം കുട്ടികൾ മനസ്സിലാക്കണം, അതിന് റൈറ്റിയസ്നെസ് എന്ന് പറയാം. റൈറ്റിയസ്നെസ് അതായത് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. അതിലേക്കായിട്ട് കുറേ ഗ്രന്ഥങ്ങളുണ്ട്. സത്കർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സത്പ്രവൃത്തി എന്നായി. സത്പ്രവൃത്തി എന്ന് പറയുമ്പോൾ നാം നമ്മുടെ സഹജീവികളോട് അവർക്ക് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അവരുടെ അടുത്ത് പെരുമാറേണ്ട രീതി, ഇതെല്ലാം സമൂഹത്തിലുള്ള പ്രഥമദൃഷ്ട്യാ നാം ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അച്ഛനമ്മമാരെ നോക്കുന്നു. അപ്പോൾ അങ്ങനെ അമ്മയച്ഛനെയൊക്കെ നോക്കണം എന്ന് പറഞ്ഞു. ഇതൊന്നുമില്ലാതെ അവരെ കൊണ്ട് നാം വൃദ്ധസദനത്തിലാക്കിയിട്ട് നമ്മളിവിടെ കിടന്ന് വിഷ്ണു സഹസ്രനാമവും ശിവസഹസ്രനാമവും ഒക്കെ ജപിച്ച് ഈ കണ്ട ക്ഷേത്രങ്ങളെല്ലാം പോയി വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഈ ക്ഷേത്രത്തിൽ പോയതിൻ്റെ ആ കർമ്മത്തിൻ്റെ ഫലം എന്തായാലും അനുഭവിക്കും. എപ്പോൾ ലഭിക്കുമെന്നറിയില്ല. കാരണം അതൊരു സത്പ്രവൃത്തിയാണ്. ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു പ്രവൃത്തിയാണ്, അത് സത്പ്രവൃത്തിയാണ്. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം എടുക്കാം. വീരപ്പനെടുക്കാം. കുറേ പേരെ കൊന്നു. അദ്ദേഹം കാട്ടിൽ ഒരു 10 വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചു. 10 വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചതിൻ്റെ ഗുണഫലം എന്തായാലും അനുഭവിച്ചിരിക്കും. പുണ്യകർമ്മമാണ്. ഇവിടെ മറ്റൊരു ഭാഗത്ത് ഇത്ര പേരെ കൊന്നു, അതിൻ്റെ പാപഫലം അനുഭവിച്ചിരിക്കും. നമ്മളിനിപ്പോൾ ഏത് ധർമ്മം അനുശാസിച്ചാലും ഇല്ലെങ്കിലും, ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും അതിൽ നിന്ന് ഒരു ഒഴിവ് പോക്കുമില്ല. അവശ്യം അനുഭവോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോടിശതൈരപി എന്ന് തന്നെയാണ് പറയുന്നത്. കോടിക്കൽപ്പങ്ങൾ കഴിഞ്ഞാലും കർമ്മം എന്നുള്ളത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ചേർത്ത് വായിക്കണം. മമത്വം എന്ന ചിന്തയോടുകൂടി, അവിടെ ഞാൻ ഈ കർമ്മം ചെയ്യുന്നു എന്ന ചിന്തയോട് കൂടിയിട്ടുള്ള കർമ്മത്തെയാണ് ഉദ്ദേശിച്ചത്. കാരണം ആ അഹങ്കാരമാണല്ലോ. അപ്പം അങ്ങനെ അവിടെ നിന്നാണല്ലോ ഈ ഫലത്തിലേക്ക് വരുന്നത്. കർമ്മം ഒരിക്കലും പുനർജന്മത്തിന് കാരണമാകില്ല. അത് തെറ്റായ ഒരു കമ്മ്യൂണിക്കേഷനാണ് നാം നൽകി പോരുന്നത്. മമത്വത്തോട് കൂടിയുള്ള കർമ്മം, അതാണ് പുനർജന്മത്തിലേക്ക് കാരണമാകുന്നത്. അങ്ങനെ കർമ്മക്ഷയത്തിനായിക്കൊണ്ട്, ഇല്ലെങ്കിൽ ക്ഷീണേ പുണ്യേയും അർത്തിലോകം വിശന്തി എന്നുള്ളതാണ്. അങ്ങനെ നാം വീണ്ടും ഈ ഒരു സൈക്കിളിൽ നിൽക്കുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ ധർമ്മബോധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശിവക്ഷേത്രത്തിൽ അതുകൊണ്ടാണ് ശിവന് രൂപമില്ലല്ലോ, ലിംഗരൂപത്തിൽ വെച്ചിട്ടുണ്ട്. ശിവം ലിംഗ്യതേ, മംഗളത്തെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതിന് മുമ്പിൽ ഒരു നന്ദി ഉണ്ട്. അദ്ദേഹം അനങ്ങാറില്ല, അവിടെ തന്നെയാണ്, ഒരു രക്ഷയില്ല. കാലങ്ങളായി, സഹസ്രാബ്ദങ്ങളായി അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്താണ് അതിൻ്റെ പ്രതീകം? ധർമ്മമാണ്. ധർമ്മോഹി ഭഗവാൻ വൃഷഃ എന്നുള്ളതാണ്. അപ്പോൾ ശിവൻ ആരെ നോക്കുന്നു? എവിടെയും തിരിയുന്നില്ല, ധർമ്മത്തെ മാത്രം നോക്കുന്നു. അപ്പോൾ ധർമ്മം ചെയ്താൽ, ഇവിടെ ഭിക്ഷ എന്നുള്ള അർത്ഥം എടുക്കരുത്. ഭിക്ഷയും ധർമ്മം തന്നെയാണ്, നല്ല കാര്യം തന്നെയാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഇവിടെ ധർമ്മം, സനാതനധർമ്മം,
ധാർമ്മികതയോടുകൂടിയുള്ള ജീവിതത്തെയാണ് ഉദ്ദേശിച്ചത്. സാധിക്കുന്ന രീതിയിൽ തന്നെ നാം ഏവരും ധർമാചരണം ചെയ്യണം. അപ്പോൾ സത്യം വദ ധർമ്മം ചര എന്നുള്ളതാണ് സ്വാധ്യായാൻ മാ പ്രമദഃ. ഈ 3 വിഷയത്തിലാണ് ഈ സനാതനധർമ്മം മുഴുവനും. അങ്ങനെ ധർമ്മം അനുശാസിക്കുന്ന രീതിയിൽ ജീവിതചര്യ ക്രമപ്പെടുത്തി നാമജപങ്ങൾ ചെയ്തു പോരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം ഉണ്ട്. അത്യുത്കടൈഹി പുണ്യപാപൈഹി ഇഹൈവ ഫലമശ്നുതേ എന്ന് പറയുന്നു. അപ്പോൾ പുണ്യപാപങ്ങൾ ഇപ്പോൾ കറണ്ട് കമ്പിയിൽ തൊടുന്നു, അതൊരു പ്രവൃത്തിയാണ്, ഒരു കർമ്മമാണ്. ഷോക്കടിക്കുന്നത് അടുത്ത ജന്മത്തിലല്ല, അപ്പം കിട്ടും, അതേവർക്കും അറിയാം. അപ്പോൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അടുത്ത ജന്മത്തിൽ പോകും എന്നുള്ള ഒരു തലമുറകളായി സംസാരിച്ച് വരുന്ന രീതിയാണ്. അത് ഏതർത്ഥത്തിലാണ് ഗ്രഹിക്കേണ്ടത് എന്നുകൂടിയുണ്ട്. കാരണം നാം ഒരിക്കലും ചോദിക്കാറില്ല സന്ദർഭം ഏത് എന്നൊരു കുട്ടിയെ പഠിപ്പിച്ചിട്ടില്ല. ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അധ്യാപകൻ പറഞ്ഞു കൊടുക്കേണ്ട ഒരു വിഷയം ഏത് സന്ദർഭത്തിൽ ആര് എങ്ങനെ എപ്പോൾ സംസാരിച്ചു എന്നുള്ളതാണ്. ഏത് വിഷയത്തിലായാലും ശരി, സന്ദർഭം ഏത്. കാരണം ഒരു സന്ദർഭത്തിൽ നാം ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയിരിക്കില്ല മറ്റൊരു സന്ദർഭത്തിലുള്ള പ്രവൃത്തി. അപ്പോൾ ഇതിൽ മീനിങ്ങും എല്ലാം വ്യത്യാസപ്പെട്ട് വരും. ആയതിനാൽ ഇവിടെ പറയുവാനായിട്ട് ഉദ്ദേശിച്ചത് ധർമ്മത്തോട് കൂടിയുള്ള അധാർമികമായി ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുകയും ധാർമ്മികമായി ജീവിതചര്യ നയിച്ച് മുന്നോട്ട് പോകുന്ന രീതിയും അവലംബിച്ചുകൊണ്ട് ഭക്തി ശ്രദ്ധാപുരസരം നാമജപം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. നമസ്കാരം.